ഈ സിനിമയുടെ പേര് ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നില്ല. എങ്കിലും സിനിമയുടെ പേര് അറിയാൻ താല്പര്യമുള്ളവർക്ക് വേണ്ടിയിട്ട് സിനിമയുടെ പേര് ഞാൻ മുകളിൽ കൊടുക്കുകയാണ്. ഇതാണ് സിനിമയുടെ പേര്. അപ്പോൾ എന്തുകൊണ്ടാണ് ഈ പേര് പറയാൻ താല്പര്യപ്പെടാത്തതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മൾ ചില സിനിമകൾ കാണാൻ പോകുന്ന സമയത്ത് നമ്മുടെ ഓപ്പോസിറ്റ് നിൽക്കുന്ന ഒരാളാവട്ടെ, അല്ലെങ്കിൽ ടിക്കറ്റ് കൗണ്ടറിൽ നിൽക്കുന്ന ആളാവട്ടെ, അവരൊക്കെ നമ്മളോട് ചോദിക്കും ഏതാണ് സിനിമ എന്ന്. ആ സമയത്ത് നമുക്ക് സിനിമയുടെ പേര് പറയാൻ ബുദ്ധിമുട്ട് തോന്നാൻ പാടില്ല, അല്ലെങ്കിൽ ഉച്ചരിക്കാൻ പ്രയാസം തോന്നാൻ പാടില്ല, അതും അല്ലെങ്കിൽ പറയാൻ ജാള്യത പാടില്ല. ഇതൊക്കെ നമുക്ക് തോന്നുന്നുണ്ടെങ്കിൽ അത് വളരെ ദൗർഭാഗ്യകരമായിട്ടുള്ള കാര്യമാണ്, അത് വളരെ വിഷമകരമായിട്ടുള്ള കാര്യമാണ്. ഇപ്പൊ ഇന്ന് ഈ സിനിമയുടെ കാര്യത്തിലും ഈ പേര് പറയുന്ന സമയത്ത് എനിക്ക് ഇതേ സമാനമായിട്ടുള്ള അനുഭവം ഉണ്ടായി. ഈ സിനിമയുടെ കാര്യത്തിൽ മാത്രമല്ല, ഈ അടുത്ത് റിലീസായിട്ടുള്ള പല സിനിമകളുടെ പേര് പറയുമ്പോൾ എനിക്ക് ഈ പ്രശ്നം തോന്നിയിട്ടുണ്ട്. ഇപ്പൊ അടുത്തൊരു സിനിമ റിലീസ് ചെയ്തിട്ടുണ്ടായിരുന്നു, ഒരു വലിയ നീണ്ട പേരായിരുന്നു. ആ പേര് പറയുന്ന സമയത്ത് എനിക്ക് നല്ല ബുദ്ധിമുട്ട് തോന്നി ഓർത്തെടുക്കാൻ. അപ്പം സിനിമ എടുക്കുന്ന സംവിധായകരായാലും നിർമ്മാതാക്കളായാലും ഒക്കെ ശ്രദ്ധിക്കുക, നിങ്ങളുടെ സിനിമയുടെ പേര് കൊടുക്കുമ്പോൾ ശ്രദ്ധിക്കുക, അത്യാവശ്യം നല്ല രീതിയിൽ പ്രേക്ഷകർക്ക് കണക്ട് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ, ഓർത്തെടുക്കാൻ പറ്റുന്ന രീതിയിലുള്ള പേരുകളൊക്കെ കൊടുത്താൽ നിങ്ങൾക്ക് നല്ലതായിരിക്കും. ഏതായാലും സിനിമയുടെ വിശേഷത്തിലേക്ക് വരികയാണെങ്കിൽ, സിനിമ സംവിധാനം ചെയ്തിരിക്കുന്നത് JK ആണ്. എസ്ര എന്ന സിനിമയ്ക്ക് ശേഷമാണ് പുള്ളി സിനിമ സംവിധാനം ചെയ്യുന്നത്. പ്രവീണസും JK ചേർന്നാണ് തിരക്കഥ ഒരുക്കിയിരിക്കുന്നത്. അതുപോലെ തന്നെ വിവേക് ഹർഷനാണ് എഡിറ്ററായി വർക്ക് ചെയ്തിരിക്കുന്നത്. ജയേഷ് നായരാണ് DOP ആയി വർക്ക് ചെയ്തിരിക്കുന്നത്. നമ്മുടെ സുരാജ് വെഞ്ഞാറമൂട്, കുഞ്ചാക്കോ ബോബൻ കോംബോയിലുള്ള സിനിമയാണ്. ഇങ്ങനെയൊക്കെയാണ് സിനിമയുടെ ഒരു മൊത്ത വിവരങ്ങൾ എന്ന് പറയുന്നത്. അതിനപ്പുറത്തേക്ക് സിനിമ എങ്ങനെയുണ്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, സിനിമ എനിക്ക് ഒട്ടും വർക്കായിട്ടില്ല, എനിക്ക് ഒട്ടും ഓക്കെ ആയിട്ടില്ല സിനിമ. കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇതൊരു യഥാർത്ഥ സംഭവത്തെ ആസ്പദമാക്കിയുള്ള സിനിമയാണ്. യഥാർത്ഥ സംഭവത്തെ ആസ്പദമാക്കിയ സിനിമ എടുക്കുമ്പോഴുള്ള പ്രധാന വെല്ലുവിളി എന്ന് വെച്ച് കഴിഞ്ഞാൽ, അത് പ്രേക്ഷകർക്ക് അറിയുന്ന കഥ തന്നെയായിരിക്കും, പ്രേക്ഷകർക്ക് എന്ത് സംഭവിച്ചു കാര്യങ്ങളൊക്കെ അറിയാം, അത് സിനിമാറ്റിക് ആയിട്ട് എടുക്കുക എന്നുള്ളതാണ് ഇതിലെ വെല്ലുവിളി. ഈ സിനിമയിൽ ആ ഒരു സിനിമാറ്റിക് എക്സ്പീരിയൻസ് ഇല്ല എന്നുള്ളതാണ് പ്രധാന പ്രശ്നമായിട്ട് കാണുന്നത്. രണ്ടാമത്തെ പ്രശ്നമായിട്ട് കാണുന്നത് സിനിമയുടെ തിരക്കഥയാണ്. വളരെ ചെറിയൊരു പ്ലോട്ട്, നമുക്കൊക്കെ അറിയുന്ന ഒരു കഥ, ഒരു മൃഗശാലയിൽ സംഭവിച്ചൊരു കഥ, അത് സിനിമയാക്കുന്ന സമയത്ത് അതിനെ വിപുലീകരിക്കാൻ വേണ്ടിയിട്ട്, അതിനെ അങ്ങ് നീട്ടി വലിക്കാൻ വേണ്ടിയിട്ട് ഈ തിരക്കഥയ്ക്കകത്ത് കുറേ സാധനങ്ങൾ ചേർക്കും. പക്ഷെ ഇവിടെ ഈ സിനിമയ്ക്കകത്ത് ഈ തിരക്കഥയിൽ ചേർത്ത സാധനങ്ങൾ വളരെ വളരെ ദയനീയമായ കാര്യങ്ങളാണ്. കഥകളും ഉപകഥകളും ഒക്കെ ആയിട്ട് കുറേ കാര്യങ്ങൾ ചേർത്തിട്ടുണ്ട്, പക്ഷെ ഒന്ന് മറ്റൊന്നിനോട് ചേർന്ന് നിൽക്കുന്നില്ല എന്നുള്ളതാണ് അതിന്റെ ഏറ്റവും വലിയ പ്രശ്നം. രണ്ടാമത്തെ പ്രശ്നം എന്ന് പറയുന്നത്, ഈ ചേർത്ത ഉപകഥകളെല്ലാം മുഴച്ചു നിൽക്കുന്നു. അതായത് ഏച്ചുകെട്ടി ഉണ്ടാക്കിയ കുറെ ഉപകഥകളെല്ലാം ചേർന്ന് മുഴച്ചു നിൽക്കുന്ന ഒരു അവസ്ഥയാണ് കാണാൻ പറ്റുന്നത്. അതുകൊണ്ട് തന്നെ തിരക്കഥ മൊത്തത്തിൽ നിരാശപ്പെടുത്തി എന്ന് പറയേണ്ടി വരും. കുറേ കഥാപാത്രങ്ങൾ വരുന്നുണ്ട്, അലൻസിയർ വരുന്നുണ്ട്, അതുപോലെ തന്നെ ഷെമി തിലകൻ വരുന്നുണ്ട്, പിന്നെ അതുപോലെ തന്നെ കുറേ കഥാപാത്രങ്ങൾ വന്നു പോകുന്നുണ്ട്. പക്ഷേ ഇവരെല്ലാം വന്നു പോകുന്നുണ്ടെങ്കിൽ കൂടിയും ഇത് ഈ പറഞ്ഞ ഏച്ചുകെട്ടലും മുഴച്ചിരിക്കലും കാരണം നമുക്കിതൊന്നും ആസ്വദിക്കാൻ തോന്നില്ല. ഒരു യഥാർത്ഥ സംഭവം ഡാർക്കായിട്ട്, റിയൽ ലൈഫിൽ വളരെ ഡാർക്കായിട്ട് സംഭവിച്ചൊരു കാര്യത്തെ ഹ്യൂമറിലേക്ക് കൊണ്ടുവരിക എന്നുള്ളത് അടുത്ത വെല്ലുവിളിയാണ്. ആ വെല്ലുവിളി 75% പരാജയപ്പെട്ടിട്ടുണ്ട്. നമുക്ക് പ്രത്യേകിച്ച് ചിരിയും കാര്യങ്ങളും ഒന്നും വരുന്നില്ല. അപ്പോൾ നമ്മളിതിങ്ങനെ കണ്ടുകൊണ്ടിരിക്കുമ്പോഴും നമ്മൾ ചിരിക്കാൻ വേണ്ടി കഷ്ടപ്പെടുന്ന ഒരു അവസ്ഥയുണ്ട്. പ്രത്യേകിച്ച് നമ്മുടെ ഈ സുരാജ് വെഞ്ഞാറമൂടൊക്കെ ഒരു കാലത്ത് കോമഡിയൊക്കെ നന്നായി കൈകാര്യം ചെയ്ത ആളായിരുന്നു. പക്ഷെ പുള്ളിയുടെ കോമഡിയൊന്നും ഇതിൽ വർക്കാവുന്നില്ല. പുള്ളി ഇപ്പോഴത്തെ ആ സീരിയസ് കഥാപാത്രങ്ങളൊക്കെ ചെയ്ത് പുള്ളി ആ ഒരു ഇതിൽ ലൂപ്പിൽ പെട്ടതുപോലെയാണ്. അതുകൊണ്ട് കോമഡിയൊന്നും എനിക്ക് പേഴ്സണലി എനിക്ക് വർക്കായിട്ടില്ല. കോമഡി മാത്രമല്ല, ഈ സിനിമയാണെങ്കിലും ഇതിലെ ഉപകഥകളാണെങ്കിലും എല്ലാം എനിക്ക് വളരെ വളരെ ആർട്ടിഫിഷ്യലായിട്ട് എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ സിനിമയിലെ അഭിനയത്തെക്കുറിച്ച് പറയുകയാണെങ്കിൽ, സുരാജ് വെഞ്ഞാറമൂട്, കുഞ്ചാക്കോ ബോബൻ അഭിനയം, രണ്ടുപേരും സ്റ്റീരിയോ ടൈപ്പ് കഥാപാത്രങ്ങളെയെല്ലാം പൊളിച്ചുകൊണ്ടാണ് ഇപ്പോൾ കുറേ കാലങ്ങളായിട്ട് മലയാള സിനിമയിൽ കുറേ കഥാപാത്രങ്ങളൊക്കെ സിനിമയ്ക്ക് ചെയ്തുകൊണ്ട് മുമ്പോട്ട് പോകുന്നത്. അവർ ചെയ്യുന്ന സിനിമ എന്നൊക്കെ പറയുമ്പോൾ നമുക്ക് കുറേ പ്രതീക്ഷകളൊക്കെ ഉണ്ടാവേണ്ടതാണ്. പക്ഷേ ഇവിടെ ആ പ്രതീക്ഷകളൊക്കെ തെറ്റിയിട്ടുണ്ട്. രണ്ടുപേരുടെയും പ്രകടനം എനിക്ക് സാമാന്യം ബോറായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളത്. പ്രത്യേകിച്ചും കുഞ്ചാക്കോ ബോബൻ കള്ളുകുടിയനായിട്ട് അഭിനയിക്കുന്ന കഥാപാത്രം. പുള്ളി കള്ളുകുടിയനായി കാര്യമൊക്കെ ചെയ്യുന്നുണ്ടെങ്കിൽ കൂടിയും, താൻ കേസുകോട് പോലുള്ള സിനിമകളിലെല്ലാം കള്ളുകുടിയനായി ഇതിനു മുൻപ് വന്നിട്ടുണ്ടെങ്കിലും ഈ സിനിമയ്ക്കകത്ത് കള്ളുകുടിയനായി ചെയ്യുമ്പോൾ അതെന്തോ വളരെ ആർട്ടിഫിഷ്യലായിട്ട് തോന്നി. പ്രത്യേകമായിട്ട് എടുത്ത് പറയേണ്ടതാണ് കുഞ്ചാക്കോ ബോബന്റെ പ്രണയം. പുള്ളി പ്രണയം ചെയ്യുന്നുണ്ട്, പക്ഷെ ആ പ്രണയം അങ്ങോട്ട് ഏൽക്കുന്നില്ല. പണ്ടത്തെ ചോക്ലേറ്റ് നായകൻ ഇന്ന് പ്രണയം ചെയ്യുമ്പോൾ ഏൽക്കുന്നില്ല എന്ന് പറയുന്നതും ഒരു അത്ഭുതത്തിനപ്പുറത്തേക്ക് വിഷമമുള്ള കാര്യമാണ്. അങ്ങനെയാണ് ഇവരുടെ രണ്ടുപേരുടെയും അഭിനയം എന്ന് പറയുന്നത്. ശ്രുതി രാമചന്ദ്രൻ നല്ലൊരു കഥാപാത്രം ചെയ്തിട്ടുണ്ട്, എനിക്ക് അവരുടെ അഭിനയം ഇഷ്ടമായി, ആ കഥാപാത്രം ഇഷ്ടമായി. നായികയായിട്ട് വന്നിട്ടുള്ള അനഘി നല്ല രീതിയിൽ ചെയ്തിട്ടുണ്ട്. ഇവർക്കൊക്കെ അപ്പുറത്തേക്ക് നല്ല രീതിയിൽ അഭിനയിച്ച മറ്റൊരു നടനാണ് സൗത്ത് ആഫ്രിക്കക്കാരനായ മോജോ എന്ന നടൻ. പുള്ളി ഒരു സിംഹമാണ്, മനുഷ്യനല്ല.
പുള്ളി ഇതിനു മുൻപ് അക്ഷയ് കുമാർ, ഇദ്രിസ് ആൽബ പോലുള്ള താരങ്ങളുടെ കൂടെയൊക്കെ സ്ക്രീൻ ഷെയർ ചെയ്തിട്ടുള്ള ഒരു ആക്ടർ കൂടിയാണ്. ക്രോക്കോഡൈൽ ലവ് സ്റ്റോറി എന്ന് പറയുന്ന ഒരു മലയാള സിനിമയ്ക്ക് ശേഷം അതേപോലെ തന്നെ മറ്റൊരു മൃഗത്തിന് അതേ ആഴം കൊടുത്തുകൊണ്ട് അല്ലെങ്കിൽ പ്രാധാന്യം കൊടുത്തുകൊണ്ട് ഒരു സിനിമ മലയാളത്തിൽ വേറെ വരുന്നത് ഇതായിരിക്കും എന്നാണ് ഞാൻ കരുതുന്നത്. ഏതായാലും മോജോയുടെ പെർഫോമൻസ് കൊള്ളാം. മോജോയെ ഇതിൽ 3 രീതിയിലാണ് കാണിച്ചിരിക്കുന്നത്. ഒന്ന് VFX ആണ്, ഒന്ന് അനിമാട്രോണിക്സ് ആണ്, മറ്റൊന്ന് ഒറിജിനൽ ആണ്. ഒറിജിനലായ മോജോ കൊള്ളാം, രസമുണ്ട്, നമുക്കും ആ ഒരു ഒറിജിനാലിറ്റി ഫീൽ ചെയ്യുന്നുണ്ട്. VFXിലേക്ക് വരുമ്പോൾ നമുക്ക് ചിലപ്പോഴൊക്കെ ചിരി വന്നേക്കാം. എനിക്ക് ചിരി വന്നിട്ടുണ്ട്, ഭയങ്കര ആർട്ടിഫിഷ്യലായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. അപ്പം ആ ഒരു പ്രശ്നം എനിക്ക് തോന്നിയിരുന്നു. പ്രത്യേകിച്ച് മോജോ എന്ന് പറയുന്ന സിംഹം ഓടുന്ന സമയത്തൊക്കെ അത് ഭയങ്കര ആർട്ടിഫിഷ്യൽ സാധനമൊക്കെ ആയിട്ട് തോന്നിയിട്ടുണ്ടായിരുന്നു. സംഭവം സിനിമയിൽ സിംഹം ഒരു നായകനൊക്കെ ആയിട്ട് വരുന്നുണ്ടെങ്കിൽ കൂടിയും സിനിമ നമ്മളെ നല്ല രീതിയിൽ ബോറടിപ്പിക്കുന്നുണ്ട്, മുഷിപ്പിക്കുന്നുണ്ട്. സിനിമ എങ്ങനെയും കഴിഞ്ഞാൽ മതി എന്നൊക്കെ നമ്മളിങ്ങനെ ആഗ്രഹിച്ച് നിൽക്കുന്ന സമയത്തായിരിക്കും സിനിമയുടെ ക്ലൈമാക്സ് എത്തുന്നത്. അത് കണ്ട് കഴിഞ്ഞു എന്ന് വിചാരിക്കുന്ന സമയത്ത് അടുത്ത മാനസിക പീഡനമായിട്ട് ഒരു 3-4 മിനിറ്റ് അടുത്ത പാട്ട് കൊടുക്കുകയാണ്, ഒരു വെഡിങ് സോങ് കൊടുത്തതിന് ശേഷം വീണ്ടും അടുത്തൊരു ക്ലൈമാക്സ്, അടുത്ത സീനോടെ ക്ലൈമാക്സ് വീണ്ടും വരുന്നു. അപ്പോൾ എന്തിനാണ് ഈ മാനസിക പീഡനം എന്ന് മനസ്സിലായിട്ടില്ല. ആകെ മൊത്തം സിനിമ എന്നെ സംബന്ധിച്ചിടത്തോളം വെറുതെ പാഴായിപ്പോയ ശ്രമമായിട്ടാണ് എനിക്ക് തോന്നുന്നത്. സിനിമയുടെ തിരക്കഥയാണെങ്കിലും അഭിനയമാണെങ്കിലും അല്ലെങ്കിൽ സാങ്കേതികപരമായിട്ടാണെങ്കിലും ഒക്കെ സിനിമ എനിക്ക് വർക്കായിട്ടില്ല. സോ ഈ സിനിമയെക്കുറിച്ച് ഇതിലപ്പുറത്തേക്ക് എനിക്കൊന്നും പറയാനില്ല.